നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാജി തോമസ് ജോൺ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനും ഡൗൺ സിൻഡ്രോം ക്ലിനിക്കിൻ്റെ ഇൻചാർജുമാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയെ പറ്റിയിട്ടാണ്. മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ദിനമാണ്. 2012 മുതൽ അത് മാർച്ച് 21 ആചരിച്ച് വരികയാണ്. ഇത് 14ാമത്തെ വേൾഡ് ഡൗൺ സിൻഡ്രോം ദിനമാണ് 21 നമ്മൾ ആചരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം അഥവാ ട്രൈസോമി 21 എന്നുള്ളത് ഒരു ജനിതകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ഏകദേശം 700 നവജാത ശിശുക്കളിൽ ജനിക്കുമ്പോൾ ഒരാൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഒരു ഭൗതിക വൈകല്യമുള്ള ഏറ്റവും കൂടുതൽ കാരണം ഉള്ള ഒരവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം എന്നുള്ളത്. ഡൗൺ സിൻഡ്രോം എന്നൊരവസ്ഥ നമ്മൾ പണ്ടൊക്കെ അത് ബുദ്ധിമാന്ദ്യം എന്നൊരു അവസ്ഥ വെച്ചിട്ട് അവരെ തള്ളിക്കളയുമായിരുന്നു. പക്ഷേ ഇവർക്ക് മൈൽഡ് ടു മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഹൈലി ട്രെയിനബിൾ ആണ്. അവരുടെ സോഷ്യൽ കോഷ്യന്റ്, സോഷ്യൽ IQ എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകി സൊസൈറ്റിയിൽ ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യമായിട്ട് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അവരെ ആദ്യം തന്നെ ഈ ഒരു അവസ്ഥ കണ്ടുപിടിക്കുകയും അതിനു വേണ്ട തെറാപ്പി സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ 3 മാസം പ്രായം ആകുമ്പോൾ എങ്കിലും തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. അത് സസ്റ്റെയിൻഡ് ആയിരിക്കണം. അതിടയ്ക്ക് മുടങ്ങിപ്പോകാൻ പാടില്ല. അവരവരുടെ നില എത്തുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പ്രവൃത്തി ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. ധാരാളം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവര്, ബസ്സിൽ കയറിപ്പോയി ജോലി ചെയ്ത് തിരിച്ച് ബസ്സിൽ തന്നെ വീട്ടിൽ വരുന്നവർ ഉണ്ട്. ഇത് ഒരു 10-20 കൊല്ലം മുമ്പ് അസാധ്യമായി എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പോൾ അവർക്ക് സാധിക്കും. അവർക്ക് വേണ്ടത് ശരിക്കുള്ള പരിപാലനം, അവർക്ക് വേണ്ടത് അതിനുള്ള സപ്പോർട്ടും അതിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ഉള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മാതാപിതാക്കൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള അവസ്ഥയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. കൂടാതെ തന്നെ സമൂഹം അവരെ അംഗീകരിക്കാനും തയ്യാറാകണം. ഇത് ഒരു ബുദ്ധിമാന്ദ്യമാണ് എന്നുള്ള ബുദ്ധിമാന്ദ്യ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ബുദ്ധിമാന്ദ്യമാണെന്നാണ് സമൂഹത്തിൽ പലരും പറയുന്നത്. അതല്ല, ഒരു ഭൗതിക വൈകല്യമുള്ള ജനിതകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം സമൂഹം മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക ഡൗൺ സിൻഡ്രോം ദിനം ആചരിക്കുന്നത്. മാർച്ച് 21 എടുക്കാൻ കാരണം ട്രൈസോമി 21, അതായത് 21ാമത്തെ ക്രോമസോമിൽ 2 പകരം 3 ഉണ്ട്. അതാണ് ആ 3 മാർച്ച് ട്രൈസോമി 20. 21ാമത്തെ ക്രോമസോമിന്റെ ആണ് 21 ദിവസം എടുക്കുന്നത്. ഈ കൊല്ലത്തെ തീം എന്താന്ന് വെച്ചാൽ ഇംപ്രൂവ് അവർ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്. നമുക്കിവിടെ ധാരാളം സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പക്ഷെ അത് പോരാ. അത് ഇംപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ കാര്യമായിട്ട് വേണ്ടത് അത് സർക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ്. എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഇവർക്ക് വേണ്ടി ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ധാരാളമുണ്ട്. ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് കൂടുതലായിട്ട് വേണ്ടിവരും. വൊക്കേഷണൽ സെന്റേഴ്സ് ആവശ്യമാണ്. ഇതൊക്കെ ചെയ്തിട്ട് വേണം അവരെ ഈ ഒരു നിലയിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഇവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇവരുടെ ഒരു അവകാശം ആണ്. നമ്മളുടെ ഒരു ഔദാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരായ നമ്മളുടെ കൂടെ ഇവരും മനുഷ്യരാണ്. സ്വന്തമായിട്ട് ജീവിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കണം. അത് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.